ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന കെ സുധാകരൻ നോവലാണ്. അതിൻ്റെ 28ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. എന്താ അമ്മൻ, സൂരജിൻ്റെ വീട്ടിൽ ഞാനും കൂടി വന്നാൽ? ഗാഥ ചിണുങ്ങി. അയ്യോ, അത് മോൾക്കറിയില്ലേ. കല്യാണത്തിന് മുമ്പ് പയ്യൻ്റെ വീട്ടിൽ പെണ്ണ് പോകാൻ പാടില്ല, മായ പറഞ്ഞു. ഗാഥയുടെ മുഖം ലജ്ജ കൊണ്ട് ചുവന്ന് തുടുത്തു. പോ മായ ചേച്ചി. അവൾ കളിയായി മായയുടെ കൈത്തണ്ടയിൽ ഒന്നടിച്ചിട്ട് അവിടെ നിന്നും പോയി. ഗാഥ ലിവിങ് ഏരിയയിലേക്ക് ചെന്നപ്പോൾ ധന്യയും രോഷ്ണിയും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സേതുവങ്കളുടെയും സുരഭി ആൻറ്റിയുടെയും കല്യാണം കൂടാൻ പറ്റുമല്ലോ, രോഷ്ണി പറഞ്ഞു. അതെ, സംഗതി നീണ്ടുപോകുമെന്നായിരുന്നു എൻ്റെയും വിചാരം. അടുത്ത ആഴ്ച സേതുവങ്കൾ വരുന്ന സ്ഥിതിക്ക് എത്രയും വേഗം അത് നടത്തണം. സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ധന്യ പറഞ്ഞു. അതെ, താലിമാലയും മോതിരമൊക്കെ സേതുവങ്കൾ വാങ്ങി വെച്ചതല്ലേ. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അങ്കിളിൻ്റെ വൈഫിന് ആക്സിഡൻ്റ് ഉണ്ടായതെങ്കിൽ സാരമില്ല. അന്ന് കല്യാണം മാറിപ്പോയെങ്കിലും അത് നടക്കാനുള്ള സാഹചര്യം വീണ്ടും ഒത്തുവന്നല്ലോ, ഗാഥ പറഞ്ഞു. അപ്പോഴാണ് ഡോറ് ബെൽ മുഴങ്ങിയത്. ആരാണ് ഇത്ര രാവിലെ? ഗാഥ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് സൂരജ് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അത്ര സന്തോഷകരമല്ലാത്ത ഏതോ വാർത്തയുമായിട്ടാണ് വന്നതെന്ന് ഗാഥയ്ക്ക് പെട്ടെന്ന് തോന്നി. എന്താ സൂരജ്? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. അയാൾ അകത്തേക്ക് കയറി ചെന്നു. ഗോപീകൃഷ്ണനങ്ങളോ സേതുവങ്ങളോ വിളിച്ചിരുന്നോ? അയാൾ ആമുഖമായി ചോദിച്ചു. ഇല്ല. എന്താ വിശേഷം? സേതുവങ്കളുടെ വൈഫ് ഇന്നലെ രാത്രി മരിച്ചുപോയി. ഗാഥയും രോഷ്ണിയും ധന്യയും ഞെട്ടലോടെ അയാളെ നോക്കി. കാർഡിയാക്ക് അറസ്റ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. പെട്ടെന്നായിരുന്നു. ഗോപിയങ്കളാണ് വിളിച്ചത്, സേതുവങ്കൾ പറഞ്ഞത്രേ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്പീഡി റിക്കവറി ആയിരുന്നല്ലോ. പക്ഷെ പെട്ടെന്ന്, ധന്യ പറഞ്ഞു. അതെ, എല്ലാവരെയും വിളിച്ചറിയിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല സേതുവങ്കൾ. അതുകൊണ്ട് ഗോപിയങ്കളിനെ മാത്രമേ വിളിച്ചുള്ളൂ, സൂരജ് പറഞ്ഞു. അപ്പോൾ ഉടനെ ഒന്നും സേതുവങ്കളിൽ ഇനി പ്രതീക്ഷിക്കണ്ട അല്ലേ? നിറക്കണ്ണുകളോടെ ഗാഥ ചോദിച്ചു. മോളെ വിട്ട് സേതുവങ്കളിനി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, വൈഫിന് ഞങ്ങളൊരു പ്രോമിസ് കൊടുത്തിരുന്നല്ലോ, സൂരജ് പറഞ്ഞു. സൂരജ് ഇരിക്കി. പെട്ടെന്ന് ഓർത്തതുപോലെ രോഷ്ണി പറഞ്ഞു. ഇല്ല, ഞാൻ പോവാണ്. ഫോണിൽ വിളിച്ചു പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. ഇന്നലെ എനിക്ക് നൈറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാ. സുരഭി ആൻറ്റി, അമ്മയോട് ഞാൻ പറഞ്ഞേക്കാം. സൂരജിന് പോകാൻ തിരക്കുണ്ടെങ്കിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ കഥ. സൂരജ് അപ്പോൾ തന്നെ പോയി. പ്രതീക്ഷകളൊക്കെ തകരുകയാണല്ലോ, ധന്യ പറഞ്ഞു. ചിലപ്പോൾ തോന്നും ദൈവം ഒരു ക്രൂരനാണെന്ന്. വെറുതെ കൊതിപ്പിച്ചിട്ട് തട്ടിമാറ്റുന്ന കണ്ണിച്ചോരയില്ലാത്തവൻ, രോഷ്ണി പറഞ്ഞു. അമ്മയോട് ഞാനിത് എങ്ങനെ പറയും? അതായിരുന്നു ഗാഥയുടെ ദുഃഖം. അവൾ കിച്ചണിലേക്ക് ചെന്നു. അവിടെ മായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ബെഡ്റൂമിലേക്ക് ചെന്ന് കിടക്കയിൽ സുരഭി ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഗാഥ വിളിച്ചു. സുരഭി മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. സൂരജ് പറഞ്ഞത് ഞാൻ കേട്ടു മോളെ. പാവം സേതു, എന്തെല്ലാം തരത്തിലുള്ള വേദനകളാണ്. ആ കുട്ടിക്ക് അമ്മയില്ലാതായി. അതും സങ്കടമുണ്ടാക്കുന്നു, സുരഭി പറഞ്ഞു. ഗാഥമല്ല അമ്മയുടെ അടുത്തേക്കിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രേണുക ടീച്ചറുടെ വീട്ടിൽ വെച്ചാണ് ആ ഞായറാഴ്ച കുടുംബശ്രീയുടെ മീറ്റിംഗ് നടന്നത്. പൗർണമി കുടുംബശ്രീയിലെ മിക്കവാറും എല്ലാ അംഗങ്ങളും പതിവ് പോലെ അന്നും ഹാജരുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ചായ കൊടുത്ത് ചായയും കുടിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞത്. നമ്മുടെ പാർവതിക്കുട്ടിയുടെ കല്യാണത്തിന് പോകണ്ടേ ചേച്ചി? വീട്ടിലേക്ക് നടക്കുമ്പോൾ രജനി ചോദിച്ചു. വടശ്ശേരിക്കരയല്ലേ, കുറേ ദൂരമുണ്ട്. എന്നാലും ആ കുട്ടി വന്ന് ക്ഷണിച്ചതല്ലേ, പോകണം, സുശീല പറഞ്ഞു. പാർവതി വെറും കൃഷി ഓഫീസർ മാത്രമല്ലല്ലോ, സൂരജിന് വേണ്ടി മോഹിച്ചു പോയ കുട്ടിയല്ലേ. കല്യാണത്തിന് പോകാൻ ഇവിടുന്ന് വേറെ ആളുകൾ കാണും. നമുക്കെല്ലാവർക്കും കൂടി ഒരു വണ്ടി പിടിച്ചങ്ങ് പോകാം, അതാ നല്ലത്, രജനി പറഞ്ഞു. സൂരജിനെക്കുറിച്ചാണ് അപ്പോൾ സുശീല ആലോചിച്ചത്. കല്യാണക്കാര്യം പറയുമ്പോൾ അവന് ഉദാസീനതയാണ്. നിർബന്ധിച്ച് വേണം ഓരോന്ന് ചെയ്യിക്കാൻ. മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ
അവൻ അത് ചെയ്തു. അതോടെ അവൻ്റെ ഉത്തരവാദിത്വം തീർന്നു. എന്നാൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തന്നില്ല. നമുക്ക് പറ്റിയ കുട്ടികളുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നോക്കിയതായി പറഞ്ഞില്ല. രാത്രിയിലൊന്ന് വിളിക്കണം. അവനെങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അന്ന് രാത്രിയിൽ അവൾ സൂരജിനെ വിളിച്ചു. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ? അമ്മയോട് സംസാരിക്കാനുള്ള സമയം എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ, ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. തമാശയൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരു കാര്യം അറിയാനാണ് ഞാൻ വിളിച്ചത്. മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് നീ അത് സെർച്ച് ചെയ്തോ? അവൾ ചോദിച്ചു. നോക്കി. MBBS, MD, MS ഒക്കെ പാസ്സായിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ട്. നമുക്ക് യോജിച്ച കുട്ടികളുണ്ടോ എന്നാണ് ഞാൻ എനിക്കറിയേണ്ടത്. അത് അവരോട് കണ്ട് സംസാരിച്ചല്ലേ അറിയാൻ പറ്റൂ. ജാതി, മതം, സാമ്പത്തികം ഒക്കെ നോക്കുന്നവരാണെങ്കിലോ? നമുക്ക് ജാതിയും മതം പ്രശ്നമല്ല മോനെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുടുംബം, സ്വഭാവ ഗുണം, നിൻ്റെ അത്രയെങ്കിലും സൗന്ദര്യം, വിദ്യാഭ്യാസം അതൊക്കെ നോക്കിയാൽ മതി, സുശീല പറഞ്ഞു. എൻ്റെ അത്രയും വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ എൻ്റെ പ്രായമോ അതിലധികമോ വയസ്സോ ഉള്ളവരാണ്. അതിൽ കുഴപ്പമുണ്ടോ? സൂരജ് ചോദിച്ചു. നിന്നേക്കാൾ പ്രായമുള്ള കുട്ടികളെ നോക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യാം. ID നമ്പറും പാസ്വേഡും അമ്മയ്ക്ക് തരാം. സമയം കിട്ടുമ്പോൾ അമ്മ ഒന്ന് സെർച്ച് ചെയ്യ്. എന്താ? എനിക്ക് സെർച്ച് ചെയ്യാനുള്ള പരിചയമൊന്നും ഇല്ലടാ. അക്കാര്യത്തിൽ പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. എങ്കിൽ പിന്നെ ഒരു ദിവസം നിനക്കിങ്ങോട്ട് വന്നൂടെ? നമുക്കൊന്നിച്ച് നോക്കാം. ധൃതി വെക്കണോ അമ്മയെ ഇക്കാര്യത്തിൽ? 2 മാസം കഴിഞ്ഞ് എൻ്റെ കോഴ്സ് തീർന്നു. ഞാനങ്ങ് വരില്ലേ? ഉടൻ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാനും എനിക്ക് കഴിയും. പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനേക്കാൾ ജോലിയുള്ള പയ്യനായിരിക്കില്ല ഡിമാൻഡ്. നീ എന്നെ കളിയാക്കുവാണോ? PGക്ക് പഠിക്കുന്ന ഡോക്ടർക്ക് നല്ല ഡിമാൻഡുണ്ട്. പക്ഷെ നമുക്ക് അത്തരം ഡിമാൻഡൊന്നും വേണ്ട. ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന സാധാരണ കുട്ടിയെ മതി, സുശീല പറഞ്ഞു. 2 മാസം കൂടി ക്ഷമിക്കാൻ പറ്റില്ലേ അമ്മയ്ക്ക്? അതൊക്കെ ക്ഷമിക്കാം. എന്നാലും ഒരു കുട്ടിയെ കണ്ടുവച്ചാൽ എനിക്ക് അത്രയ്ക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ. ഈ അമ്മയുടെ ഒരു കാര്യം, അടുത്ത ആഴ്ച ഞാൻ വരാം. ഫോൺ നമ്പർ എടുത്തു തന്നാൽ അമ്മ തന്നെ അവരോട് സംസാരിക്കണം. സമ്മതിച്ചോ? സമ്മതിച്ചു. മാതാപിതാക്കളാ മക്കളുടെ കല്യാണക്കാര്യം സംസാരിക്കേണ്ടത്. അതെനിക്കറിയാം. നീ എത്രയും വേഗം വാ. ശരി, വരാം. എന്നാൽ ID നമ്പറും പാസ്വേഡും അയച്ചു തന്നേക്കാം. അമ്മ ഒരു കൈ നോക്ക്. സൂരജ് കോള് കട്ട് ചെയ്തു. അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ സ്വയം പഠിച്ച് മറ്റുള്ളവരുടെ സഹായത്തോടെ മനസ്സിലാക്കിയാണ് ഇവിടം വരെ എത്തിയത്. മകന് പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പുതിയ രീതികളും വേണ്ടി വന്നാൽ പഠിക്കും. പിറ്റേന്ന് രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു സുശീലയ്ക്ക്. കുടുംബശ്രീയുടെ ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ മണി 12 കഴിഞ്ഞിരുന്നു. അവൾ തിരിച്ചെത്തി മുൻവശത്തെ ഗേറ്റ് തുറക്കുമ്പോഴാണ് വരാന്തയിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കസേരയിൽ പാൻസും ഷർട്ടും ധരിച്ച് സുമുഖനായ ഒരു മധ്യവയസ്കൻ ഇരിക്കുന്നത് കണ്ടത്. ആരാണെന്ന് മനസ്സിലാവാതെ അവൾ മുറ്റത്തേക്ക് കയറി ചെന്നു. അവളെ കണ്ട് അയാളെ മെല്ലെ എഴുന്നേറ്റു. വിശ്വാസം വരാതെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അധ്യായം 22. ഗോപികൃഷ്ണൻ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്കിറങ്ങി സുശീലയുടെ മുന്നിലേക്ക് ചെന്നു നിന്നു. അവൾ അയാളുടെ മുഖത്തേക്ക് കണ്ണുവയ്ക്കാതെ നോക്കി. എനിക്കറിയാം, തെറ്റാണ് ഞാൻ ചെയ്തത്. മാപ്പർഹിക്കാത്ത തെറ്റ്. നിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വന്നു സുശീലെ. ഇടറുന്ന സ്വരത്തിൽ അയാളെ പറഞ്ഞു. സുശീല ഒരക്ഷരം മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞതുമില്ല. വിധിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലത്തിന് ശേഷം സുശീല ഇവിടെയുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാൻ? അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നതല്ലാതെ സുശീല ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം, സുശീല എന്നെ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. അറിയിച്ചിട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പറയാഞ്ഞത്. നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂരജിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. മോൻ ഇപ്പോഴും അറിയില്ല ഞാൻ ആരാണെന്ന്. സത്യം പറയാനുള്ള ധൈര്യം എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ കനലുകൾ പോലെ ജ്വലിച്ചു. എനിക്ക് മനസ്സിലായില്ല. നിങ്ങളാരാണ്? അമർത്തിപ്പിടിച്ച രോക്ഷത്തോടെ അവൾ ചോദിച്ചു. ശരിയാ, 10-25 വർഷമായില്ലേ നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീണ്ടും നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഈ ചോദ്യമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്നെ ആട്ടിയിറക്കുമെന്നാണ്. അത്ര ക്രൂരതയാണല്ലോ ഞാൻ നിന്നോട് ചെയ്തത്, ഗോപികൃഷ്ണൻ പറഞ്ഞു. നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വീട് തെറ്റി, ശാന്തസ്വരത്തിൽ അവൾ പറഞ്ഞു. ഗോപികൃഷ്ണൻ ഒന്ന് സംശയിച്ചു. ശരിക്കും തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണോ സുശീല അങ്ങനെ പറഞ്ഞത്? 25 വർഷം മുമ്പുള്ള യുവാവല്ല താൻ. മുഖത്തിനും ശരീരത്തിനും
കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മുഖച്ഛായയ്ക്ക് വലിയ വ്യത്യാസം വന്നു കാണില്ല. ഞാൻ ഗോപികൃഷ്ണനാണ്, അയാൾക്ക് പറയേണ്ടി വന്നു. ഏത് ഗോപികൃഷ്ണൻ? എനിക്ക് അങ്ങനെ ഒരാളെ പരിചയമില്ല. ഞാൻ ഗോപിയാണ് സുശീലെ, കരുവാറ്റയിലെ ഇന്ദ്രചേച്ചിയുടെ അനുജൻ. നമ്മൾ അയൽക്കാരായിരുന്നില്ലേ? നാണം കെട്ട് അയാൾ പറഞ്ഞു. ഏത് ഗോപി? ഏത് ഇന്ദ്രേച്ചി? കരുവാറ്റയിൽ ഞാൻ താമസിച്ചിട്ടില്ലല്ലോ, എനിക്കവിടെ പരിചയക്കാരുമില്ല. ഗോപികൃഷ്ണൻ ഞെട്ടലോടെ അവളെ നോക്കി. പ്രാണനിൽ പ്രാണനായിരുന്ന ഗോപിയെ അവൾക്ക് മറക്കാൻ പറ്റുമോ? ഇന്ദിരചേച്ചി അറിയില്ലെന്ന് എങ്ങനെ പറയും? ശരിക്കും മറന്നുപോയിട്ടാണോ? അതോ അറിയില്ലെന്ന് നടിക്കുകയാണോ? അഥവാ കണ്ടിട്ടും മനസ്സിലാകാതെ പോയതാണെങ്കിൽ പേര് പറയുമ്പോൾ ഓർമ്മ വരേണ്ടതല്ലേ? സുശീലെ, നീ എന്നെ ശിക്ഷിക്കുകയാണോ? അറിയില്ലെന്ന് നടിച്ച്? നിനക്കതിനുള്ള അവകാശമുണ്ട്. പക്ഷെ നിൻ്റെ മനസ്സിൽ ഞാനുണ്ട്. എന്നെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ നിനക്കൊരിക്കലും കഴിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. ഏതോ ദുസ്വപ്നം കണ്ട പോലെയാണ് നിങ്ങളിവിടെ വന്നു നിൽക്കുന്നത്. സോറി, നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകൂ, സുശീല പറഞ്ഞു. അയാളെ മറികടന്ന് അവൾ ചെന്ന് വരാന്തയിലേക്ക് കയറി. സുശീല തിരിഞ്ഞു നിന്ന് അയാൾ അവളെ ഒന്ന് നോക്കി, ദയനീയമായിട്ടൊന്ന് വിളിച്ചു. അത് കേട്ടില്ലെന്ന് നടിച്ച് അവൾ ഹാൻഡ് ബാഗിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു. സുശീലെ, ഒരു മിനിറ്റ്, എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ദയവായി കേൾക്കണം. ഞാൻ പോയിക്കോളാം, ഇനി ഒരിക്കലും ശല്യപ്പെടുത്താൻ വരില്ല, അയാൾ പറഞ്ഞു. അവൾ മെല്ലെ തിരിഞ്ഞു നിന്ന് അയാളെ നോക്കി. നീ കടന്നുപോയ കഷ്ടപ്പാടുകളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കിയതിൻ്റെ ഇടയിൽ അനുഭവിച്ച അപമാനവും പുച്ഛവും സാമ്പത്തിക ബുദ്ധിമുട്ടും. എൻ്റെ ബന്ധുക്കൾ എന്നെ ചതിക്കുകയായിരുന്നു. നിന്നിൽ നിന്ന് വേർപെടുത്താൻ അവർ മനഃപൂർവ്വം എന്നെ മലേഷ്യയിലേക്ക് നാടുകടത്തുകയായിരുന്നു. നിൻ്റെ കല്യാണം കഴിഞ്ഞ് എവിടേക്കോ പോയെന്നാണ് അവരെന്നെ ധരിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ നിന്നെ തിരക്കി കുറേ അലഞ്ഞു. പക്ഷേ പരിചയക്കാർ ആരെങ്കിലും ഇപ്പോൾ കയറി വരലേ എന്ന് സുശീല മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ പറയുന്നത് അവർ കേട്ടാൽ? പഴയ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ വന്നത് ഒന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല, ഒന്നും അവകാശപ്പെടാനുമല്ല. എൻ്റെ മോനാണ് സൂരജ് എന്ന് ഒരാൾ അറിയുകയും വേണ്ട. ഞാനീ വന്നതും രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷേ എനിക്ക് മാപ്പ് തന്ന് എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി, അല്ലെങ്കിൽ ഞാൻ മനസ്സുരുക്കി മരിക്കും. വിവശനായി ഗോപികൃഷ്ണൻ അവളുടെ ദയയാചിച്ചു നിന്നു. അവളുടെ നെറ്റിയിലും മുഖത്തും വേർപ്പ് തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. സാരമില്ല, എല്ലാം ക്ഷമിച്ചു. ഇനി മേലിൽ വരരുത് എന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഒരിക്കലും ഞാൻ. അയാൾ അവസാനമായി കേണപേക്ഷിച്ചു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. മുമ്പ് എവിടെ വെച്ചെങ്കിലും കണ്ടതായി ഓർമ്മയും വരുന്നില്ല. നിങ്ങൾക്ക് ആൾ തെറ്റിയാണ് എന്നോട് സംസാരിക്കുന്നത്. ദയവായിട്ട് തിരിച്ചു പോകണം, സുശീല പറഞ്ഞു. അറിയാതെ ഗോപികൃഷ്ണൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു. എനിക്ക് കുറച്ച് വെള്ളം തരാമോ? ദാഹിച്ച് തൊണ്ട വരളുന്നു, അയാൾ പറഞ്ഞു. അവളൊന്നും പറയാതെ നിശ്ചലയായി നിന്നതേയുള്ളൂ. ഒരു നിമിഷം കഴിഞ്ഞിട്ട് അയാൾ പോകാനായി മെല്ലെ തിരിഞ്ഞു. നില്ലേ, പെട്ടെന്ന് അവൾ പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് മൺകൂച്ചയിൽ രാമച്ചമിട്ട വെള്ളമുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് നിറയെ തണുപ്പുള്ള വെള്ളം പകർന്ന് അവൾ വീണ്ടും വരാന്തയിലേക്ക് ചെന്നു. അയാളപ്പം മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. വെള്ളം. വരാന്തയിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഗോപികൃഷ്ണൻ വന്ന് വെള്ളം വാങ്ങി കുടിച്ചു. മുഴുവൻ ഒറ്റ വീർപ്പിൽ കുടിച്ചു തീർത്തു. മതിയോ? അവൾ ചോദിച്ചു. മതി, അയാൾ ഗ്ലാസ് തിരിച്ചു നൽകി. ശരി, ഞാൻ പോവാണ്. അയാൾ മെല്ലെ തിരിഞ്ഞ് ഗേറ്റിന് നേരെ നടന്നു. അയാൾ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങുമ്പോഴാണ് രജനി വന്നത്. അവളെ കണ്ട് സുശീല ഒന്ന് നടുങ്ങി. ഗോപികൃഷ്ണനെ രജനിയൊന്ന് നോക്കി. പക്ഷെ അയാൾ അവളെ ശ്രദ്ധിച്ചതേയില്ല. അവളെ തിടുക്കത്തിൽ സുശീലയുടെ അടുത്തേക്ക് വന്നു. അയാൾ പോയതിൻ്റെ ആശ്വാസത്തിലായിരുന്നു സുശീല. ആരാ ചേച്ചി വന്നത്? രജനി ആകാംക്ഷയോടെ തിരക്കി. വീട് തെറ്റി വന്നതാ. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല, സുശീല പറഞ്ഞു. മുഖം കണ്ടിട്ട് നല്ല പരിചയം, അമ്പലപ്പുഴയിൽ വച്ചൊക്കെ കണ്ടിട്ടുള്ളതുപോലെ. രജനി ഓർമ്മയിൽ പരതി. നീ അടുക്കളയിലേക്ക് ചെല്ല്, കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കഴുകി അരിഞ്ഞു വെക്ക്, നമുക്ക് മെഴുക്കുരട്ടി ഉണ്ടാക്കണം, സുശീല പറഞ്ഞു. എന്നാലും അയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി, നല്ല മുഖപരിചയം. രജനി അടുക്കളയിലേക്ക് ചെന്ന്
മുറത്തിൽ വെച്ചിരുന്ന 4-5 പാവയ്ക്ക എടുത്ത് കഴുകാൻ തുടങ്ങി. സുശീല കിടപ്പുമുറിയിലേക്ക് ചെന്ന് തളർച്ചയോടെ കട്ടിലിരുന്നു. അവളുടെ 2 കണ്ണുകളും അപ്പോൾ തടസ്സമൊന്നുമില്ലാതെ നിറഞ്ഞൊഴുകി. രാത്രി ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് സുരഭി ആഗ്രഹം പറഞ്ഞത്. നമുക്ക് നാളെ ആറ്റുകാൽ അമ്പലത്തിലൊന്ന് പോയാലോ മോളെ? ഗാഥ മുഖം ധരിച്ച് അമ്മയൊന്ന് നോക്കി. മുടി പിന്നിക്കെട്ടുകയായിരുന്നു അവൾ. അതിനെന്താ, പോകാലോ? അവൾ പെട്ടെന്ന് സമ്മതിച്ചു. അമ്മയുടെ മനസ്സ് ഇതുവരെ ശാന്തമായിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഒരുപക്ഷെ അമ്പലത്തിൽ ചെന്ന് ദേവിയോട് സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും. പക്ഷെ നിനക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകണ്ടേ? എനിക്ക് 8 മണിക്ക് പോയാൽ മതിയല്ലോ. അതിനു മുമ്പ് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഒരു 5:30 ആകുമ്പോൾ പോകണം. രാവിലെ ട്രാഫിക്ക് കുറവായിരിക്കും, വലിയ തിരക്കും കാണില്ല, ഗാഥ പറഞ്ഞു. അത് ശരിയാ. ധന്യയും റോഷ്നിയും ഉറങ്ങാൻ കിടന്നിരുന്നില്ല. അവർ ഹാളിലിരുന്ന് ഹിന്ദിയിൽ ഒരു സിനിമ കാണുകയായിരുന്നു. ഗാഥ വാതിലടച്ചു. ലൈറ്റ് അണച്ചേക്കട്ടെ? അവൾ ചോദിച്ചു. സുരഭി മൂളി. ലൈറ്റ് അണച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്ന് കിടന്നു. ലൈറ്റ് അണച്ചിട്ട് മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു മുറിയിൽ. താഴെ റോഡിൽ വാഹനം പോകുന്നതിൻ്റെ നേർത്ത ഇരമ്പലും കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു മണ്ടത്തരം പറ്റി. ഇപ്പോഴാണത് മനസ്സിലാവുന്നത്. അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഗാഥയ്ക്ക് പിടികിട്ടിയില്ല. മനസ്സിലെന്തോ ചിന്തയുണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ ബാക്കിയായി പറഞ്ഞതാവണം. എന്ത് മണ്ടത്തരം? ഗാഥ ചോദിച്ചു. അന്ന് കാസർഗോഡിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയല്ലേ? അവിടെ ചെന്ന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. ചീഫ് എഞ്ചിനീയറെ കാണാൻ പോകണ്ടായിരുന്നു. തൻ്റെ നിർബന്ധം കാരണമാണ് ചീഫ് എഞ്ചിനീയറെ കാണാൻ പോയതെന്ന് ഗാഥയ്ക്കപ്പോൾ ഓർമ്മ വന്നു. അതങ്ങനെ മണ്ടത്തരായി? അദ്ദേഹത്തെ ചെന്ന് കണ്ടതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇവിടെ പോസ്റ്റിംഗ് കിട്ടിയത്? അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. കാസർഗോഡ് ആയിരുന്നെങ്കിൽ സേതുവായിട്ട് ഇത്ര അടുത്തിടപഴകേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ വഴിക്കും സേതുവിൻ്റെ വഴിക്കും പോയനെ. അത് ശരിയായിരിക്കാം. പക്ഷേ ഇത്രയും നാൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ താമസിക്കാൻ പറ്റുമായിരുന്നോ? കാസർഗോഡിന് പോയിരുന്നെങ്കിൽ അത് നിസാരമായിട്ടാണോ അമ്മയ്ക്ക് തോന്നുന്നത്? അല്ല മോളെ, ഒട്ടും വിചാരിക്കാത്തൊരു സൗഭാഗ്യം തന്നെയാണ് എനിക്ക് നിന്നോടൊപ്പം ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയത്. പക്ഷേ സന്തോഷവും ദുഃഖവും ത്രാസിലിട്ട് തൂക്കി നോക്കിയാൽ എപ്പോഴും ദുഃഖത്തിൻ്റെ തട്ടായിരിക്കും താഴ്ന്നു നിൽക്കുന്നത്. അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഗാഥയ്ക്ക് അറിയാമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയും ദുഃഖവും നിരാശയും ഉണ്ടെങ്കിൽ തനിക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. സേതു അങ്കിളുമായിട്ട് അമ്മയുടെ കല്യാണം നടത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചതും നിർബന്ധിച്ചതും താനാണ്. പക്ഷേ അവൾ സുരഭിയുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. അമ്മയോട് സോറി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പറയുന്നത് ശരിയല്ലല്ലോ. അമ്മയുടെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് ഇത്രയേറെ പാടുപെട്ടത്. പക്ഷേ വിധി നമുക്കെതിരായിരുന്നു, ഗാഥ പറഞ്ഞു. സാരമില്ല മോളെ, അതൊരടഞ്ഞ അധ്യായമാണ്. നമുക്കിനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. നമുക്കുറങ്ങാം. പിന്നെ 2 പേരും ഒന്നും സംസാരിച്ചില്ല. 2 പേരും അവരവരുടെ ചിന്തകളിൽ മുഴുകി കണ്ണുകൾ അടച്ച് കിടന്നു. അറിയാതെ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് ഒഴുകിപ്പോയി. അലാം വെച്ചിരുന്നുകൊണ്ട് 4:30 ആയപ്പോൾ ഗാഥയും സുരഭിയും ഉണർന്നു. അവർ കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാനുള്ള വേഷം ധരിച്ച് വന്നപ്പോഴാണ് മായ ചായ ഉണ്ടാക്കി വെച്ചിരുന്നത്. ചായ കുടിച്ചിട്ട് അവർ ഫ്ലാറ്റിൽ നിന്നിറങ്ങി. ധന്യയും റോഷ്നിയും അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഗാഥയാണ് കാറ് ഡ്രൈവ് ചെയ്തത്. സിറ്റിയിലെ റോഡുകൾ അവൾക്കായിരുന്നു കൂടുതൽ പരിചയം. ആറ്റുകാലിൽ ചെന്നപ്പോൾ വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ അധികം വാഹനങ്ങളില്ലായിരുന്നു. അമ്പലത്തിനോട് ഏറ്റവും അടുത്ത് വണ്ടിയിട്ടിട്ട് അവരിറങ്ങി നടന്നു. ആ സമയമായിരുന്നതുകൊണ്ട് വലിയ തിരക്കില്ലാതെ അവർക്ക് ദേവിയെ കണ്ട് തൊഴാൻ സാധിച്ചു. നീങ്ങിപ്പോകൂ എന്ന് ആരും പറഞ്ഞില്ല. ദേവിയുടെ മുന്നിൽ സുരഭി കൈകൂപ്പി ധ്യാനിച്ചു നിന്നു. അമ്മേ, സേതു എവിടെയാണെങ്കിലും സുഖമായിരിക്കണേ. സേതുവിനും മോൾക്കും ഒരാപത്തും വരുത്തരുതേ. 2 പേർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകണേ. ഉള്ളുരുകി അവളെ പ്രാർത്ഥിച്ചു. ദേവിയോട് അവൾ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. സേതുമാധവനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമായിരുന്നു അവൾ അമ്പലത്തിലേക്ക് വന്നത്. തൊഴുത് പ്രസാദവും വാങ്ങി അവരിറങ്ങി. ഇപ്പം 6 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പുലർവട്ടം പരന്നു കഴിഞ്ഞിരുന്നു. അമ്മ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ഗാഥ ചോദിച്ചില്ല. സുരഭി അത് പറഞ്ഞതുമില്ല. പക്ഷെ അമ്മയുടെ മുഖത്ത് തെളിഞ്ഞ പ്രസന്നഭാവം അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. പതിവ് സമയത്ത് തന്നെ ഗാഥയും കൂട്ടുകാരികളും ഡ്യൂട്ടിക്ക് മെഡിക്കൽ കോളേജിലേക്കും സുരഭി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലേക്കും പോയി. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച്
സുരഭി അവളുടെ ഓഫീസ് മുറിയിൽ വിശ്രമിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി സേതുമാധവൻ്റെ വിളി വന്നത്. കുറേ ദിവസമായിട്ട് അയാളുടെ ഒരു വിവരവും അറിയാനില്ലായിരുന്നു. സേതു, അവൾ പെട്ടെന്ന് കോളെടുത്തു. സുരഭി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഇടയ്ക്ക് പലവട്ടം വിളിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഇവിടുത്തെ സാഹചര്യങ്ങൾ എനിക്കറിയാം സേതു, പറയണ്ട. അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് വിളിക്കാത്തത്. വിളിച്ചാൽ സേതു ഫ്രീ അല്ലെങ്കിൽ? ഞാനിപ്പോൾ പർവീന്ദറിന് ഹരിയാനയിലുള്ള കുടുംബ വീട്ടിലാണ്. അവിടെ അവളുടെ മാതാപിതാക്കളുണ്ട്, പിന്നെ മോളും. ഫാം ഹൗസാണ്. തൊട്ടടുത്ത് തന്നെ പർവീന്ദറിൻ്റെ ഇളയ സഹോദരനും ഫാമിലിയുമുണ്ട്. വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെയാണ് അവരെന്നെ കാണുന്നതും സ്നേഹിക്കുന്നതും. അതുതന്നെ വലിയ കാര്യം. അവിടെ സേതുവിന് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. പിന്നെ മോളില്ലേ, ആ കുട്ടിക്ക് ഇനി സേതു അല്ലാതെ വേറെ ആരുണ്ട്? സ്വന്തം അച്ഛനെ പോലെ ആവില്ല ഒരിക്കലും ഗ്രാൻഡ് പാരൻസ്. മാത്രമല്ല, സേതുവിൻ്റെ സാമീപ്യം മോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടാവും, സുരഭി പറഞ്ഞു. അതെ, അവൾ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടിരിക്കുകയാണ്. പഠിക്കാൻ മിടുക്കുകയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാതിരിക്കില്ല, സേതുമാധവൻ പറഞ്ഞു. അതെയോ? നന്നായിരിക്കട്ടെ. നമ്മുടെ രണ്ടുപേരുടെയും മക്കൾ ഡോക്ടർമാർ. അതും ഒരു ഭാഗ്യം. ഏത് കോളേജിൽ കിട്ടിയാലും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ അവൾക്ക് താല്പര്യമില്ല. കോളേജിനടുത്ത് വീടോ ഫ്ലാറ്റോ എടുത്ത് ഞാൻ ഒപ്പം ഉണ്ടാവണമെന്നാണ്. അതെ, ഡാഡിയുടെ സ്നേഹം ഇനി പൂർണ്ണ അളവിൽ മോൾക്ക് കിട്ടട്ടെ. മോളുടെ മമ്മി അത് തന്നെയാണല്ലോ ആഗ്രഹിച്ചത്. അച്ഛനില്ലാതെ ഗാഥയെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തി. അതുപോലെ അമ്മയില്ലാതെ മോളെ ഒറ്റയ്ക്ക് സേതുവും. അതെ, ഒക്കെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കുകയാണ് ഞാനും. അടുത്ത ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഫ്ലാറ്റ് ഒഴിയണം, ഓഫീസിൻ്റെ ചാർജ് കൈമാറണം, പിന്നെ എല്ലാവരെയും കണ്ട് യാത്ര പറയണം. അറിയാതെ ഒരു നിശബ്ദത രണ്ടുപേർക്കിടയിലുണ്ടായി. ഒന്നും പറയാനാവാതെ ഗദ്ഗതകണ്ഠമായി സുരഭിയിരുന്നു. എന്ന് വിചാരിച്ച് എന്നേക്കുമായി ഞാൻ നാടുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയല്ല. വർഷത്തിലൊരിക്കലെങ്കിലും വരണമെന്നുണ്ട് ആഗ്രഹം. മൂന്നാറിലും എനിക്ക് കുറച്ച് സ്ഥലവും ഒരു വീടും ഉണ്ടല്ലോ, സേതുമാധവൻ പറഞ്ഞു. അടുത്ത ആഴ്ച എന്താണ് വരുന്നത്? സുരഭി ചോദിച്ചു. ബുധനാഴ്ച വരും. ആ ആഴ്ച മുഴുവൻ അവിടെ ഉണ്ടാവും. പിന്നത്തെ ചൊവ്വ തിരിച്ചു വരും. ഇവിടുന്ന് പോയ ജോലിയുടെ കാര്യം? അവൾ ചോദിച്ചു. അതിൽ പ്രശ്നമൊന്നുമില്ല. ഡൽഹി ഓഫീസിൽ വർക്ക് ചെയ്യാം. വന്നിട്ട് പോകാവുന്ന ദൂരേ ഉള്ളൂ. എന്നും ഓഫീസിൽ പോകേണ്ടതുമില്ല. അത് നന്നായി. ഗാഥയെക്കുറിച്ചും അവളുടെ കൂട്ടുകാരികളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടാണ് സേതുമാധവൻ കോള് കട്ട് ചെയ്തത്. സുരഭിയുടെ മനസ്സിൽ ഒരു നൊമ്പരം അവശേഷിച്ചെങ്കിലും സാഹചര്യവുമായി അവൾ ഏതാണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ സേതുമാധവൻ വരും. അപ്പോൾ കാണാം. ഒരുപക്ഷെ അത് അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് വരാം. സുരഭി കസേരയിലേക്ക് ഇരുന്ന് കണ്ണുകൾ അടച്ചു. ടി വി ഓൺ ചെയ്ത് അതിൻ്റെ മുന്നിലിരിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ. പക്ഷേ അയാൾ വാർത്ത കാണുന്നുണ്ടായിരുന്നില്ല. മനസ്സ് അലഞ്ഞു നടക്കുകയായിരുന്നു. ദേവിക ചായയായി അടുത്തേക്ക് വന്നതും അയാൾ അറിഞ്ഞില്ല. അയാൾ ഇവിടെയെങ്ങും അല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി. ഗോപി, അവൾ വിളിച്ചു. ഞെട്ടിത്തെറിച്ച് ഗോപികൃഷ്ണൻ അവളെ നോക്കി. എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ നമ്മുടെ ബാംഗ്ലൂരിലുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച്. ഇതാ ചായ. ദേവിക അയാളുടെ അടുത്ത് സെറ്റിയിലിരുന്നു. അവൾ അയാളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ഗോപി ഈ ലോകത്തൊന്നുമല്ല, അവൾ പറഞ്ഞു. ശരിയാ, ഞാൻ പ്രകാശിനെ കാണാൻ പോയിട്ട് വന്ന ശേഷം നമ്മുടെ ബാംഗ്ലൂർ ലൈഫിനെ കുറിച്ചാണ് എപ്പോഴും എൻ്റെ ചിന്ത. നല്ല രസമായിരുന്നില്ല അവിടെ. മനീഷയുടെ എക്സാം കഴിഞ്ഞ് നമുക്ക് ബാംഗ്ലൂരിൽ പോയി സെറ്റിൽ ചെയ്താലോ? അവൾക്ക് അവിടെ വേറെ എന്തെങ്കിലും കോഴ്സിൽ അഡ്മിഷൻ മേടിക്കാം. ഞാനില്ല, എനിക്ക് മടുത്തു ബാംഗ്ലൂർ. നമ്മൾ പോയാൽ ഇവിടുത്തെ സ്വത്തൊക്കെ ആര് നോക്കും? എല്ലാം അന്യാധീനപ്പെടും. അമ്മയ്ക്കും വയസ്സായി, പഴയ ആരോഗ്യമൊന്നുമില്ല. ബാംഗ്ലൂരിൽ ഗോപികൃഷ്ണൻ്റെ സുഹൃത്തായിരുന്ന പ്രകാശ് നാട്ടിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞാണ് തിരുവല്ലയിൽ പോകുന്നുവെന്ന വ്യാജന അയാൾ അമ്പലപ്പുഴയിലേക്ക് പോയത്. സുശീലയെ കണ്ടിട്ട് വന്ന ശേഷവും അയാൾ പൊതുവെ മൂകനായി മാറി. എപ്പോഴും ചിന്ത, പഴയ ഉന്മേഷവും നഷ്ടപ്പെട്ടു. ദേവിക അത് ശ്രദ്ധിച്ചിരിക്കുന്നു. നമുക്ക് നാളെ മോളെ കാണാൻ പോയാലോ? പഠിച്ച് തല പൊഞ്ഞിരിക്കുന്ന സമയമല്ലേ, നമ്മളെ കാണുന്ന ഒരു സന്തോഷമായിരിക്കും, ദേവിക പറഞ്ഞു. അടുത്ത ആഴ്ച മനീഷയുടെ ഫൈനൽ എക്സാം തുടങ്ങുകയാണ്. സ്റ്റഡി ലീവ് ആയത് കാരണം 2 ആഴ്ചയിലേറെ അവൾ വീട്ടിൽ വന്നിട്ട്. പോകാം, അയാൾ പറഞ്ഞു. വൈകുന്നേരം ഗോപികൃഷ്ണൻ കുളിക്കാനായി ബാത്റൂമിൽ കയറിയ നേരത്താണ്
അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. ദേവിക ചെന്ന് നോക്കിയപ്പോൾ പ്രകാശനാണ് വിളിക്കുന്നത്. ഹലോ പ്രകാശ്, ഞങ്ങൾ അടുത്ത സൺഡേ തിരിച്ചു പോകും. അതിനു മുമ്പൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ തിരക്കിലാണെങ്കിൽ നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം, അയാൾ പറഞ്ഞു. ദേവികയൊന്ന് ഞെട്ടി. ഗോപി വന്നില്ലേ പ്രകാശിനെ കാണാൻ? മിനിഞ്ഞാന്ന് വന്നു കാണുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. വന്നില്ല, വേറെന്തോ അത്യാവശ്യം ഉണ്ടായെന്നാണ് പറഞ്ഞത്. ശരി, ഗോപി ബാത്റൂമിലാ, വരട്ടെ, ഞാൻ പറയാം. അവൾ കോള് കട്ട് ചെയ്തു. ഗോപീഷ്ണൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ദേവിക ബെഡ്റൂമിലിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. മിനിഞ്ഞാന്ന് ഗോപീഷ്ണനെ കാണാൻ തിരുവല്ലയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് നിങ്ങൾ പോയത്? അവൾ അളന്നു മുറിച്ച സ്വരത്തിൽ ചോദിച്ചു. ഞാൻ അയാൾ മറുപടി പറയാൻ കഴിഞ്ഞില്ല. പ്രകാശനിപ്പോൾ വിളിച്ചിരുന്നു. സത്യം പറ, ആരെ കാണാനാണ് നിങ്ങൾ പോയത്? പിടിക്കപ്പെട്ടു എന്ന് ഗോപീഷ്ണന് മനസ്സിലായി. അയാൾ മുഖം കുനിച്ചു. അധ്യായം 23. ദേവിക പെട്ടെന്ന് പാഞ്ഞു ചെന്ന് കോപത്തോടെ ഗോപീഷ്ണനെ പിടിച്ചുലച്ചു. സത്യം പറ, ഏതവളെ കാണാനാണ് നിങ്ങൾ പോയത്? ഞാനറിയാതെ ഏത് ബന്ധം എപ്പോഴും നിങ്ങൾക്കുള്ളത്? അവൾ ഒച്ചവെച്ചു. ഞാൻ പറയാം, പക്ഷെ നീ വിചാരിക്കുന്ന പോലുള്ള ബന്ധമൊന്നും ഞങ്ങൾക്കില്ല. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു എന്നത് സത്യമാണ്. തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ഗോപീഷ്ണന് തോന്നി. കള്ളം പറഞ്ഞാലും അത് ഫലിച്ചെന്ന് വരില്ല. അവൾക്ക് കൂടുതൽ സംശയമുണ്ടാക്കാനേ അത് സഹായിക്കും. എല്ലാം തുറന്നു പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു കിട്ടും. കുറ്റബോധവുമായി അവളുടെ മുമ്പിൽ ജീവിക്കേണ്ടി വരില്ല. കോളേജിൽ കൂടെ പഠിച്ചതാണോ? ദേവിക ചോദിച്ചു. അല്ല, പിന്നെ തൊട്ടടുത്ത വീട്ടിലെ. ഓ, ബാല്യകാല സുഖി. എത്ര വയസ്സിൽ തുടങ്ങി പ്രേമം? പരിഹാസത്തോടെ അവൾ ചോദിച്ചു. ഗോപികൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ? നിങ്ങളുടെ ഭാര്യ മരിച്ചപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവളെ കൂടെ ജീവിക്കാമായിരുന്നില്ലേ? എന്തിനാ എന്നെ കൂടി ഇതിലേക്ക് വലിച്ചേച്ചത്? നീ വിചാരിക്കുന്ന പോലെ നല്ല ദേവി കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ ക്ഷമയോടെ ഒന്ന് കേൾക്കണം, പ്ലീസ്, അയാൾ അപേക്ഷിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ ഓരോരോ കള്ളങ്ങൾ പടച്ചുണ്ടാക്കും. നിനക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എൻ്റെ കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ പിരിഞ്ഞാണ്. അതിനുശേഷം തമ്മിൽ കാണുന്നത് 2 ദിവസം മുമ്പ് മാത്രമാണ്. അപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നോ? അവൾ ചോദിച്ചു. ഇല്ല, കണ്ടിട്ടില്ല, എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. ഗോപികൃഷ്ണൻ പെട്ടെന്നൊരു അപകടമുണർത്തു. തൻ്റെ മകനാണ് സൂരജെന്ന് അവൻ ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് സുശീല അപേക്ഷിച്ചിട്ടുണ്ട്. അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. അപ്പോൾ പലതും മറച്ചു വയ്ക്കേണ്ടി വരും. മറച്ചു വയ്ക്കുന്നു എന്ന് ദേവിക്ക് തോന്നിയാൽ താൻ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ വഴിയുമില്ല. അങ്ങനെയാണെങ്കിൽ അവളിപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? സ്വാഭാവികമായും ദേവികയുടെ അടുത്ത ചോദ്യം വന്നു. കഴിഞ്ഞ തവണ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ ലളിതയാണ് പറഞ്ഞത്. കരുവാറ്റയിൽ ചെന്നപ്പോൾ ഇന്ദിരചേച്ചിയോടൊപ്പം അവിടെ താമസിക്കുന്ന ബന്ധു ലളിത ഉണ്ടായിരുന്നല്ലോ എന്ന കാര്യം ദേവികയ്ക്ക് ഓർമ്മ വന്നു. ഇതിനു മുമ്പ് ലളിത ആ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഇപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞത്? ലളിത ഈ അടുത്ത കാലത്താണ് അവളെ കണ്ടത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ കരുവാറ്റയിൽ അന്ന് ചെന്നത്. ദേവിക അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. ഒരു നിമിഷമായിരുന്നു. എന്താണ് അവളുടെ പേര്? ദേവി. സുശീലയുടെ മുഴുവൻ പേരും സുശീലാദേവി എന്നാണ്. അപ്പോൾ പറഞ്ഞത് കള്ളവുമല്ല. എവിടെയാണ് അവളിപ്പോൾ താമസിക്കുന്നത്? അമ്പലപ്പുഴയിൽ. ഡോക്ടർ സൂരജിൻ്റെ വീട് അമ്പലപ്പുഴയല്ലേ? സൂരജിൻ്റെ വീടിന് അടുത്താണ് അവളുടെ വീട്? ദേവിക ചോദിച്ചു. അറിയില്ല. അവളുടെ വീട് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായി എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പോൾ നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു, അതല്ലേ സത്യം? അല്ല, ലളിതയാണ് വീട് എവിടെയാണെന്ന് പറഞ്ഞത്. അവളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു മോനുണ്ടെന്നാണ് പറഞ്ഞത്. ഭർത്താവ്? അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചില്ലേ? അവൾ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ചോദിച്ചിട്ടൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ ചെന്നത് അവൾക്കൊട്ടും ഇഷ്ടമായില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വലിഞ്ഞു കയറി ചെന്നത്? പഴയ കാമുകിയെ ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അല്ലേ? വേണമെങ്കിൽ പൊയ്ക്കോ, ഞാനൊരു തടസ്സമല്ല, ദേവിക പറഞ്ഞു. അങ്ങനല്ല ദേവി, അവളെ കാണാൻ പോയത് എൻ്റെ തെറ്റ്. അവളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവൾക്ക് വാക്ക് കൊടുത്തു വേണം. വീട്ടിൽ സഹായത്തിന് വരുന്ന സ്ത്രീയുടെ മോളെ ഞാൻ കല്യാണം കഴിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. അവരെന്നെ സൂത്രത്തിൽ മലേഷ്യയിലേക്ക് നാട് കടത്തി. അയാൾ പറയുന്നത് വിശ്വസിക്കണോ എന്നറിയാതെ
ദേവികയായിരുന്നു. പണ്ട് ഗോപികൃഷ്ണൻ കുറേ നാൾ മലേഷ്യയിലായിരുന്നു എന്ന കാര്യം അവൾക്കറിയായിരുന്നു. മനഃപൂർവ്വം കുറേ വർഷത്തേക്ക് അവരെന്നെ നാട്ടിലേക്ക് വിട്ടില്ല. ഞാൻ പിന്നെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവളും അമ്മയും അവിടെയുള്ള വീടും സ്ഥലവും വിറ്റ് എങ്ങോട്ടോ പോയി കഴിഞ്ഞിരുന്നു. ഇന്ദിര ചേച്ചിക്ക് അറിയാമല്ലോ ഇതെല്ലാം? ദേവിക ചോദിച്ചു. അറിയാം. ശരി, ഞാൻ ചോദിച്ചോളാം. ഇന്ദിര ചേച്ചിക്ക് അറിയാത്തൊരു രഹസ്യമുണ്ട്, ഗോപികൃഷ്ണൻ പറഞ്ഞു. എന്താണ്? ദേവികയ്ക്ക് ഒരു മകനുണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ എൻ്റെ മകനാണ്. ദേവിക ഞെട്ടി. അപ്പോൾ ഞങ്ങൾ പിരിഞ്ഞപ്പോൾ അവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു. അന്ന് ഞാനതറിഞ്ഞില്ല. എനിക്ക് മാപ്പ് ചോദിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. അയാൾ പറഞ്ഞു. അവൻ നിങ്ങളുടെ മകൻ തന്നെയാണെന്ന് ആർക്കറിയാം? ദേവി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അവൾ പറഞ്ഞോ അവൻ നിങ്ങളുടെ മകനാണെന്ന്? അവനറിയാമോ നിങ്ങളാണ് അവൻ്റെ അച്ഛനെന്ന്? അവനറിയില്ല. അവനിപ്പോൾ എവിടെയുണ്ട്? അതവൾ പറഞ്ഞില്ല. അല്പനേരം ദേവിക നിശബ്ദയായിരുന്നു. പിന്നീടെന്തോ ചിന്തിച്ചുറപ്പിച്ചിട്ട് എഴുന്നേറ്റു. അവളോടൊപ്പം ജീവിക്കാൻ ഗോപിക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. എങ്കിലും നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഒരിക്കലും ഇനി അങ്ങോട്ടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്നതാണ്. പക്ഷെ നിങ്ങളോടൊത്ത് ഈ നാട്ടിലിനി ജീവിക്കാൻ എനിക്ക് വിശ്വാസമില്ല. മോളെ അങ്ങോട്ട് കൊണ്ടുപോകാം. കൂടുതലൊന്നും പറയാതെ ദേവിക പോയി. അവളുടെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അയാൾക്കറിയായിരുന്നു. അവൾ അങ്ങനെയാണ്. ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്തിയാൽ പിന്നെ അതിൽ നിന്നും മാറുകയില്ല. ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് നല്ലത്. സുശീലയുമായി വീണ്ടും ഒരു കണ്ടുമുട്ടൽ ഒഴിവായി കിട്ടും. അവൾക്കും അതാണ് സുരക്ഷിതം. പക്ഷെ സൂരജിനെ ഉപേക്ഷിച്ച് ഗോപികൃഷ്ണൻ്റെ ഹൃദയത്തിലൂടെ ഒരു നീറ്റൽ കൊള്ളുമീൻ പോലെ പാഞ്ഞുപോയി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. അപ്പം ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള സസ്പെൻസ് നിറഞ്ഞ ഒരു ഭാഗത്തു കൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. വീണ്ടും നമുക്ക് നാളെ കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.